അന്യോങ് ആർമീസ്. അപ്പോൾ ഒറ്റ രാത്രിയും കൊണ്ട് BTS ആർമീസ് $10,000 ഡൊണേഷനായിട്ട് കളക്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി BTS ആർമീസ് ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഒരുപാട് ഡൊണേഷൻസിൻ്റെ കാര്യത്തിലും ചാരിറ്റി വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ഫേമസ് ആണ്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു ഡൊണേഷൻ സ്പെസിഫിക്കലി നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഹാഫ് ടൈമിൽ BTS പെർഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഉണ്ടായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഫിഫ വേൾഡ് കപ്പ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണയാണ് ഇവർ ഇതൊരു ഫിഫ വേൾഡ് കപ്പ് ഹാഫ് ടൈം ഷോനെ അങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാഫ് ടൈം ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന BTS, ഷക്കീറ, മഡോണ എന്നിവർ അവരുടെ പേയ്മെന്റ് വാങ്ങിക്കുന്നില്ല. ഇത് മൊത്തം ഇവർ ഈ ഒരു എഡ്യൂക്കേഷൻ ഫണ്ടിക്ക് ഡൊണേറ്റ് ചെയ്യാണ്. ഇവർ ഈ ഒരു എഡ്യൂക്കേഷൻ ഫണ്ടിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുന്നത് $100 മില്യൺ ആണ്. അപ്പൊ ഈ ഒരു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ BTS ആർമീസ് ഈ ഒരു ഡൊണേഷൻ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള സംഭവം ചെയ്തു തുടങ്ങി. അങ്ങനെ വെറും ഒറ്റ രാത്രിയും കൊണ്ട് $10,000 ആണ് ഈ ഒരു ഡൊണേഷനിലേക്ക് BTS ആർമീസ് പിരിച്ചെടുത്തത്. ഇനി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ടൈമായി. അപ്പോൾ ഇതിനുള്ളിൽ അതിനേക്കാളും എമൗണ്ട് എന്തായാലും ഈ ഒരു ഡൊണേഷനിലേക്ക് ആർമീസ് പിരിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് ഗ്ലോബൽ സിറ്റിസന്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ഹങ് ഇവാൻസ് BTS ആർമീസിനെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ട് പ്രൈസ് ചെയ്തിരുന്നു. അതായത് അവർ ഈ ഒരു ഫണ്ട് റൈസിംഗിലേക്കുള്ള ക്യാഷിന്റെ കളക്ഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ BTS ആർമീസ് മുൻകൈ എടുത്തിട്ട് ഈ ഒരു ഫണ്ട് റൈസിംഗിലേക്കുള്ള ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ BTS റൈസ് ചെയ്തത് വേറൊരു ഫാൻഡത്തിനല്ല, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ 100 ഇരട്ടി ശക്തിയോടെ പിന്താങ്ങണ, അവരിട്ട ആ ഒരു പേര് സത്യമാക്കണ ഒരു സൈന്യത്തെ തന്നെയാണ് എന്നുള്ളത് ആർമീസ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.